മെയ് 22 നാളെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രധാന സന്ദേശം ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പ്രകൃതിയുമായി സമരസപ്പെട്ടു പോവുകയും നമുക്ക് സുസ്ഥിരമായ വികസനവും. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അന്താരാഷ്ട്ര 2 പ്രധാനപ്പെട്ട അജണ്ടകൾ, അതിൽ ജൈവവൈവിധ്യ സംരക്ഷണ അജണ്ടയാണ് കുമിങ് മോൺട്രിയാൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. അതിൽ 23 ടാർഗറ്റ്സ് 2030 എല്ലാ അംഗരാഷ്ട്രങ്ങളും കൈവരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2030 സുസ്ഥിര വികസന ഗോളുകൾ 17 ഗോളുകൾ. അപ്പോൾ ഈ 23 KMGBF ഗോൾ ടാർഗറ്റ്സ്, 17 SDGs, അങ്ങനെ മൊത്തം 40 ലക്ഷ്യങ്ങൾ 2030 ഓരോ രാജ്യവും നേടേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇന്ത്യ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ലോക എൻവയൺമെൻറ്റ് പെർഫോമൻസ് റാങ്കിങ്ങിൽ വളരെ പിന്നിലായിരുന്നു. 166 രാജ്യങ്ങളെ റാങ്ക് ചെയ്തപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 164 163 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾ, കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സുസ്ഥിര വികസന ഗോളുകൾ സാമൂഹിക സുസ്ഥിര വികസന ഗോളുകൾ കൈവരിക്കുന്നതിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. പക്ഷേ നമ്മുടെ പാരിസ്ഥിതിക സുസ്ഥിര വികസന ഗോളുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, വിശേഷിച്ചും ഗോൾ നമ്പർ 12 സസ്റ്റൈനബിൾ കൺസംഷൻ, സുസ്ഥിരമായിട്ടുള്ള ഉപഭോഗം, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് SDG ഗോൾ നമ്പർ 13, അതുപോലെ SDG ഗോൾ നമ്പർ 14 ലൈഫ് ബിലോ വാട്ടർ, SDG നമ്പർ 15 ലൈഫ് ഓൺ ലാൻഡ്. ഈ 4 ഗോളുകൾ നമ്മൾ കേരളത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇനിയും വളരെ നല്ല രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഈ ലക്ഷ്യത്തോടെയാണ് 2030 ആകുമ്പോൾ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനം എന്ന പദവിയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാനത്തെ 1200 ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റികളുമായി ചേർന്ന് ഒരു മൂവ്മെൻറ്റ് നാളെ അതിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും നാളത്തെ ഈ ജൈവ വൈവിധ്യ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, കേരളത്തിലെ ഇപ്പോഴത്തെ ജൈവ വൈവിധ്യ ശോഷണം നേരിടുന്ന ജീവവർഗങ്ങൾ, അത് നമ്മുടെ സസ്യ വൈവിധ്യം, ജന്തുജാല വൈവിധ്യം, നമ്മുടെ കോസ്റ്റൽ വൈവിധ്യം, ഇതിൻ്റെ സ്റ്റേറ്റസ് IUCN നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ സ്പീഷീസുകളുടെ ത്രെഡ് സ്റ്റേറ്റസ് അസസ് ചെയ്യുന്നതിനുള്ള മികച്ച ടൂൾ IUCN ൻ്റെ അസസ്മെൻ്റ് ടൂളാണ്. അപ്പോൾ അതുപയോഗിച്ച് കേരളം നമ്മുടെ സംസ്ഥാനത്തെ ഈ പറയുന്ന 3 വിഭാഗങ്ങളിലായി ഇവിടുത്തെ സംസ്ഥാനത്തിലെ എത്രമാത്രം ജൈവ വൈവിധ്യം ഇപ്പോൾ ത്രെറ്റൻഡ് ആയിരിക്കുന്നു, വംശനാശ ഭീഷണി നേരിടുന്നു. അപ്പോൾ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ റെഡ് ഡാറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ബോർഡിൻ്റെ കൈവശം, ബോർഡ് TVGRAയുടെയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും CMFRയുടെയും സഹായത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. അത് നാളെ നമ്മൾ അതിൻ്റെ ഒരു വാലിഡേഷൻ, അതിനകത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാളെ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നു. അതിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ
ഈ പറയുന്ന റെഡ് ഡാറ്റ സ്പീഷീസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഈ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളെ സംരക്ഷിക്കുവാനുള്ള നയപരമായ മാർഗങ്ങൾ, അതിൻ്റെ ഫീൽഡ് ലെവൽ ആക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതൊരു നയരൂപീകരണ അഡ്വക്കസി ഡോക്യുമെൻ്റായി പുറപ്പെടുവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കൂടാതെ സംസ്ഥാനത്തിൽ കുട്ടികളെ, അടുത്ത തലമുറയാണ് നമ്മുടെ ജൈവ വൈവിധ്യത്തെ കാത്തു രക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് കമ്മിങ് ജനറേഷൻസാണ്. ഇവരിൽ ജൈവ വൈവിധ്യ സംരക്ഷണ ബോധം, ശാസ്ത്ര കൗതുകം ഇതൊക്കെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചിൽഡ്രൻസ് ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസ് നടത്തി വരുന്നുണ്ട്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട, അത് വിവിധ മേഖലകളിലാണ്. അതിൻ്റെ എസ്സേ റൈറ്റിംഗ്, പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് കോമ്പറ്റീഷൻ, അതിൽ മികവ് തെളിയിച്ചവരെ ഇവിടെ സംസ്ഥാന തലത്തിൽ വീണ്ടും അവരെ വിളിക്കുകയും അങ്ങനെ അതിൽ ഒന്നാമതായി എത്തുന്നവരെ നമ്മൾ അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കമ്മിങ് ജനറേഷൻസ് ദേ ഷുഡ് ബി ഏബിൾ ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈ പറയുന്ന സസ്റ്റൈനബിൾ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ്. മൂന്നാമതും വളരെ പ്രധാനമായിട്ടുള്ളതും നടക്കുന്നത് ജില്ലാ തലങ്ങളിലാണ്. ജില്ലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും, 3ഉം 4ഉം ജില്ലാ തലങ്ങളിൽ 14 ജില്ലകളിൽ, കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഈ ദിനം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. ഓരോ ജില്ലയുടെയും പ്രത്യേകതയാർന്ന ജൈവവൈവിധ്യ സംരക്ഷണ ഉപയോഗ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്ത് ജില്ലാ തലത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 14 ജില്ലകളിലെ ജില്ലാ ജൈവവൈവിധ്യ കോർഡിനേറ്റേഴ്സ്, ബോർഡിൻ്റെ കോർഡിനേറ്റേഴ്സ്, അവരുടെ നേതൃത്വത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. നാലാമതായി ഉള്ള ഏറ്റവും പ്രധാനം ഗ്രാമതലത്തിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി തലത്തിൽ ഈ 1200 ലോക്കൽ ബോഡീസിലും നമ്മൾ അവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് നാളെ മീറ്റ് ചെയ്തിട്ട് പഞ്ചായത്ത് തലത്തിൽ എങ്ങനെ ഈ ജൈവവൈവിധ്യ ദിനത്തിൻ്റെ സന്ദേശം, ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രകൃതി സംരക്ഷണത്തിൽ ഊന്നിയ സുസ്ഥിര വികസനം, ഈ മാതൃകകൾ ചർച്ച ചെയ്യുകയും അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന പ്ലാനാണ് നാളെ ഈ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ, ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇത് കേൾക്കുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് വരണം. നിങ്ങളുടെ ഏത് ജോലിയിൽ ഏർപ്പെടുന്നവരായിക്കോട്ടെ, പക്ഷേ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്കെല്ലാം നമ്മുടെ പ്രകൃതിയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം മാത്രമേ സുസ്ഥിര വികസനം ആവുകയുള്ളൂ. വികസിത് ഭാരത് 2047 നമ്മൾ എൻവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വികസിത് ഭാരത് സുസ്ഥിര വികസിത് ഭാരത് ആയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു.